ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി 10, വിശുദ്ധ സ്കോളാസ്റ്റിക്ക. ബെനഡിക്റ്റൻ സന്യാസ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ഇരട്ട സഹോദരിയാണ് കന്യകയായ വിശുദ്ധ സ്കോളാസ്റ്റിക്ക. ഇറ്റലിയിലെ ഉംബ്രയിലുള്ള നേഴ്സിയ എന്ന സ്ഥലത്താണ് ഇവർ ജനിച്ചത്. ഇരട്ട സഹോദരിയായിരുന്നതിനാൽ ഇരുവരും പരസ്പരം ജീവനു തുല്യം സ്നേഹിച്ചിരുന്നു. ബാല്യകാലം മുതൽ തന്നെ ദൈവസ്നേഹത്തിലും അഗാധമായ ഭക്തിയിലും നിറഞ്ഞാണ് ഇവർ വളർന്നത്. വിശുദ്ധ ബെനഡിക്റ്റ് ആശ്രമ ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ സഹോദരിയും തന്റെ ജീവിതം യേശുവിനായി പൂർണ്ണമായി സമർപ്പിച്ചു. ബെനഡിക്റ്റിന്റെ ആശ്രമത്തിന്റെ അടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ സ്കോളസ്റ്റിക്കയും ആശ്രമ ജീവിതം തുടങ്ങി. ബെനഡിക്റ്റ് തയ്യാറാക്കിയ സന്യാസ ജീവിത രീതി തന്നെയാണ് സ്കോളസ്റ്റിക്ക തന്റെ ആശ്രമത്തിലും പാലിച്ചു വന്നത്. ദാരിദ്ര്യം അനുഭവിക്കുക, യേശുവിനു വേണ്ടി ജീവിക്കുക, അനുസരണം ശീലമാക്കുക എന്നീ 3 കാര്യങ്ങൾക്കാണ് ബെനഡിക്റ്റ് മുൻതൂക്കം കൊടുത്തത്. ബെനഡിക്റ്റിന്റെ ആശ്രമത്തിലുള്ളവർ പുറത്തൊരിടത്തും അന്തിയുറങ്ങാൻ പാടില്ലെന്ന് കർശനമായ നിബന്ധനയുണ്ടായിരുന്നു. സ്കോളസ്റ്റിക്കയുടെ ജീവിതത്തെപ്പറ്റിയും മഹത്വത്തെപ്പറ്റിയും അറിയാൻ വിശുദ്ധനായ പോപ്പ് ഗ്രിഗറി എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മതി. എല്ലാ വർഷവും ഒരു ദിവസം സ്കോളസ്റ്റിക്ക തന്റെ സഹോദരനെ സന്ദർശിക്കുവാൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എത്തുമായിരുന്നു. ആശ്രമത്തിന്റെ അകത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരുന്നതിനാൽ ബെനഡിക്റ്റ് തന്റെ ശിഷ്യന്മാർക്കൊപ്പം പുറത്തെത്തി ആശ്രമത്തിന്റെ അടുത്തുള്ള മറ്റൊരു ഭവനത്തിലിരുന്നാണ് തന്റെ സഹോദരിയുമായി സംസാരിച്ചിരുന്നത്. ബെനഡിക്റ്റും സ്കോളസ്റ്റിക്കയും ഒന്നിച്ചിരുന്ന് ഏറെ നേരം സംസാരിക്കും. ആത്മീയ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കും. ഒരു ദിവസം സ്കോളസ്റ്റിക്ക പതിവ് പോലെ സഹോദരനെ കാണാനെത്തി. അത് അവർ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയായിരുന്നു. പകൽ മുഴുവനും ഒന്നിച്ചിരുന്ന് അവർ ഏറെ കാര്യങ്ങൾ സംസാരിച്ചു. രാത്രിയായിട്ടും ആത്മീയ ചർച്ചകൾ അവസാനിച്ചില്ല. അവർ ഒന്നിച്ച് അത്താഴം കഴിച്ചു. പിരിയാൻ സമയമായി. അവൾക്ക് സംസാരിക്കുവാനുള്ളത് മുഴുവൻ തീർന്നിരുന്നില്ല. സ്കോളസ്റ്റിക്ക തന്റെ സഹോദരനോട് പറഞ്ഞു, ദയവായി ഇന്ന് എനിക്കൊപ്പം ഇവിടെ താമസിക്കുക. രാത്രി മുഴുവനും ഇരുന്ന് ആത്മീയ ജീവിതത്തിന്റെ വിശുദ്ധിയെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ബെനഡിക്റ്റ് പറഞ്ഞു, സഹോദരി, നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് ആശ്രമത്തിന് പുറത്ത് താമസിക്കാനാവില്ലെന്ന് അറിഞ്ഞുകൂടി. തന്റെ അഭ്യർത്ഥന ബെനഡിക്റ്റ് നിരസിച്ചപ്പോൾ സ്കോളസ്റ്റിക്ക കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. തക്ഷണം ശക്തമായ ഇടിയും മിന്നലും കനത്ത മഴയും ആരംഭിച്ചു. പുറത്തേക്കിറങ്ങാൻ പോലും ആവാത്ത അവസ്ഥ. ബെനഡിക്റ്റ് പറഞ്ഞു, നീ എന്താണ് ഈ ചെയ്തത്? ഈ തെറ്റിന് ദൈവം നിന്നോട് പൊറുക്കട്ടെ. സ്കോളസ്റ്റിക്കയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ നിന്നോട് ചോദിച്ചു, ഞാൻ പറയുന്നത് നീ കേട്ടില്ല. അപ്പോൾ ഞാൻ സർവശക്തനായ ദൈവത്തോട് ചോദിച്ചു, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു. അന്ന് രാത്രി ബെനഡിക്റ്റും ശിഷ്യന്മാരും സ്കോളസ്റ്റിക്കയ്ക്കൊപ്പം കഴിഞ്ഞു. പിറ്റേന്ന് അവരെല്ലാം ആശ്രമത്തിലേക്ക് മടങ്ങി. ഈ സംഭവം നടന്ന 3-ാം ദിവസം ബെനഡിക്റ്റ് പ്രാർത്ഥനയിലായിരിക്കെ തന്റെ സഹോദരിയുടെ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം ശിഷ്യന്മാരെ സ്കോളസ്റ്റിക്കയുടെ ആശ്രമത്തിലേക്ക് അയച്ചു. അവർ അവളുടെ മൃതദേഹം കൊണ്ടുവന്ന് ബെനഡിക്റ്റിന്റെ ആശ്രമത്തിൽ സംസ്കരിച്ചു. ഇന്നേ ദിവസം പരസ്പരം കലഹിച്ച് ജീവിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.